മനുഷ്യന് ആവശ്യമായ ഒരേ ഒരു ഭയം ദൈവഭയം. ഞായറാഴ്ച വിചിന്തനം. വിശുദ്ധ യോഹന്നാൻ 6-ാം അധ്യായം 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. കടൽ യാത്ര ചെയ്യവേ കൊടുങ്കാറ്റുണ്ടായപ്പോൾ ഭയചകിതരായ ശിഷ്യന്മാരെ യേശു തൻ്റെ ഉറപ്പുള്ള വചനത്താൽ ഭയത്തിൽ നിന്ന് വിടുവിക്കുന്ന വചനമാണ് നാം ഇന്ന് വായിച്ചു ധ്യാനിക്കുന്നത്. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. അവർ ഭയം വെടിഞ്ഞ് വിശ്വസിച്ചപ്പോൾ ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. കടൽ ശാന്തമായി. ഇപ്രകാരം എവിടെയൊക്കെയോ വിശ്വാസമുണ്ടോ അവിടെയൊക്കെ എന്നും നാഥൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി നമ്മുടെ വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്നു. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ആഴ്ച എറണാകുളത്തെ മാടവനപ്പള്ളിയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. മാടവനപ്പള്ളിയിലെ ഒരു ഇടവകാംഗം ഇപ്രകാരം പറയുന്നു. ഈ ഇടവകയിൽ പുതിയ വികാരി അച്ഛൻ വന്നിട്ട് 2 മാസമായി. അച്ഛൻ വന്നതിൽ പിന്നെ എല്ലാ ദിവസവും പുലർച്ചെ 5:45 ആരാധന തുടങ്ങുന്നു. വളരെ മൗനമായ ആരാധന, പരിശുദ്ധമായ പ്രാർത്ഥനയുടെ സമയം. മുൻകാലങ്ങളിൽ 6:30 പള്ളിയിൽ വന്നിരുന്ന ഞങ്ങളൊക്കെ ഇപ്പോൾ 5:45 ആകുമ്പോൾ പള്ളിയിൽ എത്തുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നു. ഈ അനുഭവം ഇന്നത്തെ കാലഘട്ടത്തിലെ കേരള സഭയ്ക്ക് ഒരു മുന്നറിയിപ്പും ഒരു അടയാളവുമാണ്. വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ പേരിലുള്ള വഴക്കുകളും വാദങ്ങളും എല്ലാം ഒഴിവാക്കി അചഞ്ചലമായ വിശ്വാസത്തോടും നിഷ്കളങ്കമായ ഭക്തിയോടും കൂടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും നമ്മുടെ വിശ്വാസം സ്ഥിരീകരിക്കുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എവിടെയൊക്കെയോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒക്കെ കഥയുടെ പിന്നാമ്പുറങ്ങളുണ്ട്. ദൈവം നമ്മുടെ ഇടയിൽ ഇനിയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കാത്തത് കൊണ്ടായിരിക്കാം. ശിഷ്യന്മാർക്ക് കൊടുങ്കാറ്റിന് നടുവിൽ ഭയമുണ്ടായതുപോലെ ചില ഭയങ്ങൾ നമുക്കും ജീവിതത്തിൽ ആവശ്യമാണ്. അത്തരം ഭയങ്ങൾ നമ്മുടെ ഉള്ളിൽ ദൈവാശ്രയ ബോധം നിറയ്ക്കും. ജീവിതത്തിലെ ശ്രദ്ധയും കരുതലുമുള്ളവരാകും. മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഭയമാണ് ദൈവഭയം. ഇന്ന് സാത്താൻ നമ്മുടെ ഇടയിൽ നിന്നും എടുത്തു കളയാൻ ശ്രമിക്കുന്നതും ഈ ദൈവഭയം തന്നെയാണ്. ദൈവഭയത്തോടെ സംസാരിക്കുമ്പോൾ സംസാരത്തിൽ ശാപവാക്കുകളും ആക്രോശങ്ങളും നുണയും കടന്നു വരികയില്ല. ദൈവഭയത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയും ഭക്തിയും വന്നു നിറയും. ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവഭയം വേണം. മാതാപിതാക്കളുള്ള പെരുമാറ്റത്തിൽ, അയൽവക്കക്കാരുള്ള ഇടപെടലിൽ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, ജീവിത പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിലൊക്കെ ദൈവഭയം വേണം. കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ, മക്കൾക്ക് നല്ല ജോലി ലഭിച്ച് അവർ നല്ല നിലയിലാകുമ്പോൾ, പുതിയ വീടും സൗകര്യങ്ങളും ആയിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവഭയം പടിയിറങ്ങിപ്പോകുന്നു. അങ്ങനെ പറഞ്ഞാൽ പോരാ, സാത്താൻ കൗശലപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവഭയം എടുത്തു കളയുന്നു. മാതാപിതാക്കൾക്ക് ദൈവഭയം നഷ്ടപ്പെട്ടാൽ ആ കുടുംബം ശിഥിലമാകും. മക്കൾക്ക് ദൈവഭയം നഷ്ടപ്പെട്ടാൽ ആ കുടുംബം ഛിന്നഭിന്നമാകും. ദൈവഭയം കുറഞ്ഞു പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഞായറാഴ്ച പള്ളിയിൽ വരവ് കുറയുന്നത്. കുടുംബ പ്രാർത്ഥനയിൽ മുടക്കം വരുത്തുന്നത്, അപ്പനമ്മമാരെ അനുസരിക്കാത്ത വിമുഖത, ലഹരി മരുന്നുകൾക്കും ആസക്തികൾക്കും കീഴടങ്ങി ശരീരത്തെ തളർത്ത് കളയുന്നത്. ദൈവഭയമില്ലാതാകുമ്പോൾ ധിക്കാരിയും ധാർഷ്ട്യവും കൂടി മനുഷ്യൻ അഹങ്കാരിയായി മാറുന്നു. ദൈവഭയം നഷ്ടപ്പെട്ടാൽ അത് യുവാവാകട്ടെ, അധികാരിയാകട്ടെ, വൈദികനാകട്ടെ, സന്യസ്തനാകട്ടെ, കുടുംബനാഥനാകട്ടെ, അവർ അധപതിക്കും. 2 പത്രോസ് 2:4 നാം ഇപ്രകാരം കാണുന്നു. സൊദോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവിടുത്തെ ജനങ്ങളെ ശിക്ഷിച്ചു. അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി. ഇത് എനിക്കും നിങ്ങൾക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവഭയമുണ്ടാകുമ്പോഴാണ് ദൈവകരുണ ലഭിക്കുക. ദൈവഭയമില്ലാതാകുമ്പോൾ ദൈവകരുണയ്ക്കു പകരം ദൈവകോപമാകും വന്നു ചേരുക. മാടവനപ്പള്ളിയിലെ ദിവ്യകാരുണ്യ അത്ഭുതം നമ്മുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ദൈവഭയത്തോടെ ജീവിക്കുവാൻ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറം ആത്മാർത്ഥതയോടെ തമ്പുരാനെ നേടാൻ വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ നാം ജീവിക്കുമ്പോൾ ദൈവം തീർച്ചയായും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന അറിവോടെ
ജീവിക്കുവാൻ ഈ സംഭവം നമ്മെ പ്രചോദിപ്പിക്കട്ടെ.